പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യമായ പരിശുദ്ധ പരം ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സകല സഭകളെയും കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഉത്കണ്ഠയുണ്ടായിരുന്നു എന്നാണ്. കാരണം പീഡനങ്ങളുള്ള സമയമാണ്, വിശ്വാസത്തിന് വ്യതിചലിച്ചു പോകാവുന്ന ഒരു കാലഘട്ടമാണ്. കഠിനാത്മാ വിഷമസന്ധികളിലും നിരവധി രാത്രികളിലും ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ആര് ബലഹീനരാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുക? ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്? എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബലഹീനതകളെക്കുറിച്ചായിരിക്കും ഞാൻ പ്രസംഗിക്കുക. നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരുടെയും ബലഹീനതകളിൽ സന്തോഷിക്കുകയല്ല, അവരെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. പൗലോസ് അപ്പോസ്തലന് സഭയെക്കുറിച്ചുണ്ടായിരുന്നു ഉത്കണ്ഠ. നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നമ്മുടെ സമൂഹത്തെക്കുറിച്ചും ഉണ്ടാകണം. ഇത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന തിന്മകൾ, സഭയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, ഇതെല്ലാം ഓർത്ത് നമുക്ക് വേദനയുണ്ടാകും. സഭ ബലഹീനനാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും വിശ്വാസികളും ബലഹീനരായിത്തീരുക. സഭ ശക്തിപ്പെടുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശക്തിപ്പെടുകയാണ്. സഭയിലെ കൂട്ടായ്മയിൽ ഒരാൾ വഴിതെറ്റിപ്പോകുമ്പോൾ എല്ലാവരുടെയും മേലത് പതിക്കുകയാണ്. അതുകൊണ്ട് ദൈവം നമ്മോട് പറയുന്നുണ്ട്, ഉത്കണ്ഠയോടുകൂടി സഭയെക്കുറിച്ച് കാണണം, സഭയെ ശക്തിപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കണം. ബലഹീനതയ്ക്ക് വേണ്ടി ബലഹീനതയുടെ നിമിഷങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയും. ഇന്ന് അതുകൊണ്ടാണ് നമ്മോട് പ്രത്യേകമായി സുവിശേഷത്തിൽ ഓർമ്മിപ്പിക്കുക, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം. കർത്താവിൽ നമ്മുടെ നിക്ഷേപം കണ്ടെത്തുക. തുരുമ്പും കീടങ്ങളും നശിപ്പിക്കാത്ത, കള്ളന്മാർ മോഷ്ടിക്കാത്ത യഥാർത്ഥമായ നിക്ഷേപം കർത്താവായ യേശുവാണെന്നുള്ള ബോധ്യം. ഈ ബോധ്യത്തിൽ കർത്താവിനെ സമ്പൂർണ്ണമായിട്ടും കണ്ടെത്തുവാൻ തക്കവിധം നമ്മളെ ഓരോരുത്തരെയും ദൈവകൃപാവരത്തിൻ്റെ നിറവായ കൃപാസനത്തിൽ, അവിടുത്തെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നമ്മെ സമർപ്പിക്കാം. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നമുക്ക് പ്രകാശം നൽകുന്നതാണ്. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുക. അന്ധകാരത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും ആത്മാവിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ആത്മാവിനെ പ്രകാശിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ഏൽപ്പിച്ച എല്ലാ കടമകളും അതിൻ്റെ പൂർണ്ണത നിറവേറ്റുമ്പോൾ നമുക്കുണ്ടാകുന്ന ബലഹീനതകളെ അതിജീവിക്കുവാൻ കർത്താവ് ശക്തി നൽകും. ആ ശക്തി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ വന്നണഞ്ഞ് എന്നെന്നും നിലനിൽക്കുമാറാകട്ടെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ഈ പ്രഭാതത്തിൽ അവിടെ നിന്ന് അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.